രാത്രിയിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ ഗ്യാസ് തീരാറായല്ലോ എന്നൊരു സംശയം. അപ്പോൾ ഷാന് പറഞ്ഞു എന്നാൽ നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം, ഗ്യാസ് കിട്ടുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ വെളിയിലോട്ട്. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ പെട്രോൾ പമ്പിൽ നിന്ന് നിറച്ച് തരുന്ന ചെറിയ കുറ്റിയാണ് കേട്ടോ. 2-3 പെട്രോൾ പമ്പ് കയറി ഇറങ്ങിയെങ്കിലും സാധനം കിട്ടിയിട്ടില്ല. കാലിക്കുറ്റി കൊണ്ടുവന്നാൽ നിറച്ച് തരാം, പക്ഷേ പുതിയ സിലിണ്ടർ കൊടുക്കാനില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചത് ഒരു പുതിയ സിലിണ്ടർ കൂടി എടുക്കാമെന്നായിരുന്നു. ഈ കാണുന്ന സിലിണ്ടറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചാല മാർക്കറ്റിൽ ഗ്യാസ് കുറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെയും പോയി, പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ല. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു, അതുകൊണ്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് കയറി. സെൻട്രലിലാണ് കേട്ടോ ഞങ്ങൾ സാധാരണ കയറാറ്. ഇവിടെ നല്ല ഓഫേഴ്സ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്രയും നേരം തോളത്തിരുന്ന ആൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിനകത്ത് കയറിയിട്ട് പണി തുടങ്ങണം. ആദ്യം തന്നെ പോയി ലേസ് എടുത്തിട്ടുണ്ട്. ഇതാരോ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് ഇപ്പം എപ്പോൾ കണ്ടാലും ചോദിക്കും, പക്ഷെ ഞങ്ങൾ കൊടുക്കാറില്ല. അതിനുവേണ്ടി വാശി പിടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് ചെയ്യാനായിട്ട് പൊക്കോളൂ. ഇവൾക്ക് ഇവിടെ വന്നിട്ട് നല്ല പരിചയം ആയതുകൊണ്ട് ബാസ്ക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് ആള് തന്നെ സാധനങ്ങളൊക്കെ എടുത്തിടാൻ തുടങ്ങി. അതുകൊണ്ട് ഷോപ്പിംഗ് കഴിയുന്നത് വരെ പുള്ളിക്കാരി നല്ല എൻഗേജ്ഡ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരി അവർക്ക് വേണ്ട സ്നാക്സും ബിസ്ക്കറ്റും ഒക്കെ വാരി അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ബാസ്ക്കറ്റിൽ തന്നെ കൊണ്ടിട്ടു. ബില്ല് ചെയ്യാൻ ചെന്നപ്പോഴും നിധിക്കുട്ടന് തന്നെ എല്ലാം എടുത്ത് വെക്കണം. ബില്ല് ചെയ്യാൻ അവിടെ ക്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവൾ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മാറി നിന്നതാട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കും. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നിധിക്കുട്ടന് വഴക്കൊന്നുമില്ല, ഇങ്ങനെ അടങ്ങിയിരുന്ന് ചെയ്തോളൂ. ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്താണ് അവൾക്ക് ദേഷ്യം വരിക. അപ്പോൾ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ഗ്യാസ് കിട്ടുമോ എന്നുള്ളത് നാളെ കണ്ടറിയണം.